Hi guys, welcome back to my channel. അപ്പൊ ഗൈസ് നോമ്പെല്ലാം തുറന്ന് പിന്നെ ട്രെയിൻ ഇറങ്ങി ഞമ്മ ട്രെയിൻ ഇറങ്ങുമ്പോ നോമ്പ് ഓർക്കുന്ന പിന്നെ ഫുൾ ടയേർഡ് ആയിരുന്നു. എന്നിട്ട് നമ്മ ആൾക്കാരെ വിളിച്ചതുകൊണ്ട് എണിച്ചിട്ട് സർവത്തെല്ലാം കുടിച്ച് ജസ്റ്റ് വെള്ളം കുടിച്ച് പിന്നെ അതിന് നമ്മ എറണാകുളം ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ മെട്രോയിൽ വന്നിട്ട് എടപ്പള്ളി ഇറങ്ങി എന്നിട്ട് റൂം എടുത്ത്. അപ്പോൾ നമ്മളെ റൂമിലാണ് നമ്മൾ കുളിച്ച് ഫ്രഷ് ആയി. ഫോണിൽ ചാർജ് ഇല്ല, റൂമിലേക്ക് വരുമ്പോൾ എടുക്കുമ്പോഴല്ലോ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അപ്പോൾ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, ഫോണ് എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് നമ്മൾ വന്നിട്ട് കുളിച്ച് ഫ്രഷ് ആയി ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിച്ച് വന്ന്. അപ്പോൾ ഇപ്പോൾ നമുക്ക് റൂം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മ പാലക്കാട് നിന്ന് വാങ്ങിയ സാധനം എന്തെന്ന് ഇവർക്കറിയണേ, ഇവരാകെ അതിനെ മാന്തി ഞാൻ പറഞ്ഞ് വീഡിയോ എടുത്തിട്ട് പൊട്ടിക്ക ഫോണ് ചാർജ് ആട്ടി. ഇവർക്ക് സമാധാനം, ഇവർ തോണ്ടി കവർ ഒട്ടയാക്കി. അപ്പൊ അങ്ങനത്തെ എന്ത് മക്കളാണിത്. തീരെ സമാധാനം ഇല്ല. അപ്പൊ നമ്മന് എന്താണ് സാധനം കൊടുത്തേച്ചത് കാണിച്ചു തരാം. പിന്നെ നമ്മളെ റൂം ഫസ്റ്റ് കാണാം. ഇതാണ് നമ്മളെ റൂമിന്റെ എൻട്രൻസ് ഡോർ. ഇപ്പൊ ഡോർ ലോക്ക് ആക്കിന് രാത്രിയല്ല. അപ്പൊ ഈ എൻട്രൻസ് നമ്മ ഇങ്ങനെ കയറി പോന്നു. അപ്പൊ നമ്മൾ കീ ഇട്ടപ്പോ ഫുൾ ഓണാണ്, ഫുള്ള് ലൈറ്റിങ്സ് ആണ്. അപ്പൊ ഇവിടെ ഒരു ഇതുണ്ട്, എന്താ വെച്ചാൽ ഒരു പെയിന്റിങ് ഉണ്ട്, ഒരു ഫ്ലവറിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഇതാ നേരെ പോകുമ്പോൾ നെസ്സിനെഴുതുന്ന ഒരു സോഫയും ടീപ്പോയും. അപ്പോൾ ഇതാണ് റൂമിൻ്റെ ഫസ്റ്റത്തെ എൻട്രൻസ് ഒന്ന് കയറി വരുമ്പോൾ ഫസ്റ്റ് കിട്ടുന്ന ഹാള് പോലെ സോഫ. നമുക്ക് ഫുഡ് കഴിക്കാനില്ല. പിന്നെ ഇവിടെ ഒരു ടി വി ഉണ്ട്, ടി വി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടി വി ഉണ്ട്, ടി വി നമ്മൾ വെച്ചിട്ടാ. ഇവിടെ ഒരു ഫ്ലവറിൻ്റെ ഒരു ഇതുണ്ട്, പെയിന്റിങ് ഉണ്ട്, ഫ്രെയിം. അപ്പൊ ഇവർ രണ്ടാളും ഇരുന്നിട്ട് എന്ത് പരിപാടി എന്ന് വെച്ചാൽ പെപ്സി കുടിക്കലാണ്. അപ്പോൾ അതാണ് സംഭവം. പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്, നമുക്ക് കുറേ ആൾക്കാർക്ക് വന്നിട്ട് നിൽക്കുന്ന. ഇത് നോക്കുന്നുണ്ട്. ഇവിടുന്ന് നോക്കിയാൽ താഴെ കാണും, അത് വേറെ റൂമൊന്നും കാണും. നോക്കൂ, നമ്മുടെ കാസർഗോഡിൽ ഉറങ്ങുക ഈ ടൈം ആകുമ്പോ, ഇവിടെ ഉറങ്ങുന്നില്ല. ആൾക്കാരും വണ്ടി ഇതൊക്കെ എല്ലാവരും ഉണ്ട്. പിന്നെ അങ്ങനെ റൂമാണ്. അപ്പൊ നമ്മ ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മളെ ബെഡ്റൂം റൂമിലോട്ട് എത്തുന്നത്. നമ്മുടെ റൂം അവിടെ നെസ്സി തോർത്ത വിരിച്ചിട്ടിട്ട് ഉറങ്ങാൻ വേണ്ടി. ഇതാണ് നമ്മുടെ ബെഡ്. ഒരു ബെഡിന് പൊട്ടിക്കോന്ന് പറയുന്നത്. ഇത് ബെഡ്. പിന്നെ ഇവിടെ ഒരു അലമാര ഉണ്ട്, AC ഉണ്ട്, ഒരു ഫാൻ ഉണ്ട്. പിന്നെ ഇവിടെ സൈഡ് ഒരു ഡ്രവർ ഉണ്ട്. പിന്നെ ഇതൊരു മിററ്. പിന്നെ ഇങ്ങനെ പോയിട്ടെത്തുമ്പോൾ ഒരു നല്ലൊരു അടിപൊളി ബാത്റൂം ഉണ്ട്. പിന്നെ നെസ്സിക്കൊരു സന്തോഷ വാർത്ത എന്ന് വെച്ചാൽ ഹീറ്ററുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് ബാത്റൂം, നല്ല അടിപൊളി ബാത്റൂമാണ്. ബാത്റൂം നല്ല രസമുണ്ട്. ബാത്റൂം പിന്നെ ഒരു വാഷ് ബേസ്, അവിടെ മിററുണ്ട്. അപ്പോൾ ഇതാണ് ബാത്റൂം. നെസ്സിന്ന് കുറേ സമയം വെള്ളം ഒഴിച്ചിട്ട് കുളിച്ച്. കാരണം എന്താണെന്ന് വെച്ചാൽ ഹീറ്ററുണ്ട്. ഇത് പുറത്തേക്ക് ഒരു വ്യൂ ആണ്. ഇവിടെ വ്യൂ നല്ല രസമുണ്ട് കാണാൻ. മലബാർ പ്ലാസ ഫാമിലി റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിൽ തന്നെ ഉള്ളത്. ആൾക്കാർ മൊത്തം ഇങ്ങനെ കാറിന് വണ്ടിയിലൊക്കെ ഫുഡ് കഴിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രസമുണ്ട്. ഇവിടുന്ന് പുറത്ത് നോക്കാൻ നമുക്ക് ബോറടിക്കുന്നില്ല. അപ്പോൾ നല്ല കബേർഡ് ഉണ്ട്. ബെഡായ പറയാനില്ല, ഈ ബെഡ് പെറുക്കെടുത്തോണ്ട് പോവാന്നാണ് നെസ്സി പറയുന്നുള്ളത്. ഈ ഒരു തുള്ളിട്ട് അതിന് സ്പ്രിങ് പോവും. ഇപ്പൊ ഈ ഹോട്ടലുകാര് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പിടിച്ചിട്ട് ബ്ലൂ സ്റ്റാറിന്റെ ഫാൻ എന്താക്കുന്നില്ല, നീ പൊരിച്ചിട്ട് എടുക്കുവാണേലും ഫാന്. കപ്പാട്ടില് സാധനങ്ങളെല്ലാം വെച്ച് ഫുള്ള് ലോക്കറെല്ലാം ഉണ്ട് നെസ്സി. ആ പപ്പ കൊണ്ടുവന്ന സാധനം എടുക്ക്. ഡ്രവർ അതെല്ലാം കണ്ട്, അതെല്ലാം ഞാൻ കാണിച്ചു. ഡ്രവർ
കട്ടില് ഫുൾ ഫിക്സ് ആണ്, കട്ടിന്റെ അടി ഒന്നും ഇല്ല. ഒന്നുമില്ല കട്ടിന്റെ അടിയൊന്നും. നെയിൽ ബോക്സ് ഇത് ഫുള്ളില്ല, ഭയങ്കര വെളിച്ചമുള്ളതല്ല, നല്ലൊരു മീഡിയം ആയിട്ടുള്ള റൂമാണ്, നല്ല രസമുള്ള റൂമാണ്. ഭയങ്കര വെളിച്ചമല്ല. ഇത് ഇവർക്ക് പൊട്ടിക്കാൻ പറ്റിയില്ല, ഞാൻ പറഞ്ഞോണ്ട്. മറ്റേ സാധനം തോണ്ടിയിട്ട് ഞങ്ങൾ ഫുഡ് തിന്നിട്ട് വന്നേ, ഇപ്പൊ ഈ ഫുഡ് തിന്ന് വന്ന് അത് പൊളിച്ചതാണ് വയ്യേയില്ലായിരുന്നു. ഓവർ പൊട്ടിക്കതാ, പൊട്ടിച്ചേനെ പൊട്ടിക്ക്. ഏതായാലും നിങ്ങൾ എന്തായാലും ഓരണ്ടാളെ ഷൂവും ചെരുപ്പും കാണാതെ ഒരു സമാധാനം ഇല്ല. നെയിലിന്റെ ഷൂ അത് നേരെ പിടിച്ചിട്ട് കാണിച്ചു. നല്ല ഷൂ ആണ്, റെഡ് ആയിട്ട് നല്ല ഷൂ ആണ്, നല്ല ക്വാളിറ്റി ഒക്കെ ഇട്ട് ഇട്ടോ നീ നസീന്റെ ചപ്പൽ നല്ല ചപ്പലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന്റെ വൈറ്റ് ഉണ്ടായി, അത് നമുക്ക് സൈസ് ഉണ്ടായിട്ട് അതുകൊണ്ട് ഇത് കിട്ടി. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്, ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നു. ഇത് രസപ്പായില്ലോമ്മ, നല്ലുണ്ട് നല്ലുണ്ട്. പിന്നെ ഇതിലെന്തുള്ളത്, ഇത് 2 ബോഡി സ്പ്രേ. ദുമ വേണ്ടാന്ന് പറഞ്ഞ പപ്പ വാങ്ങിച്ചില്ലായിരുന്നു, പക്ഷെ പപ്പ വാങ്ങിച്ചിട്ടതാ 2 ബോഡി സ്പ്രേ. നല്ല ബ്ലൂ ലെഡിന്റെ പെർഫ്യൂം ആണ്, ബ്ലൂ ലെഡിന്റെ പെർഫ്യൂം ആണ്, നോക്കുക നല്ല പെർഫ്യൂം ആണ്. പിന്നെ ഉള്ളത് എന്തായാലും അത് ഒരു സ്പ്രേ പെർഫ്യൂം തന്നെ, റസാസിന്റെ റസാസി കമ്പനിയുടെ സ്മെല്ല് ചെല്ലി കൊടുക്കുന്ന റസാസിന്റെ സ്മെല്ല്, നല്ലൊരു ലൈറ്റ് സ്മെല്ല് എന്നാണ് പാപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോട്ടിൽ നല്ല രസമുണ്ട്, ബോട്ടിൽ നല്ല രസമുണ്ട്. നെയിൽ ഷൂട്ടിട്ടായാ നല്ല ലൈറ്റ് ആയിട്ടുള്ള സ്മെല്ലാണ്, ഭയങ്കര നല്ല സ്ട്രോങ് സ്മെല്ലാണ്. അപ്പൊ നെക്സ്റ്റ് അതെന്താ നോക്കി, അടുത്തത് എന്തുള്ള കവറില് നെയിൽ ഷൂ എന്തിറ 2 സൈഡ് ഇത് നെയിലിന്റെ ഷൂ, അടിപൊളി ഷൂ. വീടുണ്ടാ അടിപൊളി ഷൂ, ബെഡിൽ താണോ നല്ല ഷൂടാ, അടിപൊളി. സൂപ്പർ ഷൂ, നല്ല മണമുണ്ട്. അത് നീ ഇപ്പൊ ഇതാണ്ടാ വീടുണ്ടോ താടി അടിച്ചിട്ടാ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞില്ല. നെക്സ്റ്റ് നോക്കാം എന്താ ബോക്സ് നസി പൊട്ടിക്കാൻ പോകുന്നുണ്ട്. ഇതിലെന്തായിരിക്കും നസീദ? നസി പഴയ കാലത്തേക്ക് പോയത് ഈ ബോക്സിൽ. കിൻഡർ ജോയ് തന്നെ നസിക്ക്. നസി ചെറുപ്പത്തിലേ തുടങ്ങിയതാണ് കിൻഡർ ജോയ് തിന്നാന്. കിൻഡർ കുട്ടിയാണോള്. കിൻഡർ എന്താ പറഞ്ഞാൽ എപ്പോഴും ഷോപ്പിൽ പോയാലും എന്ത് ഇപ്പോ പോയങ്കോള് പറയും നമുക്ക് കിൻഡർ ജോയ് വേണം ഉമ്മ, കിൻഡർ ജോയ് വേണം ഉമ്മ. ചെറിയ കൊച്ചാന്നിട്ട് പോത്ത് പോലെ വളർന്നേ ഉള്ളു, ബുദ്ധിയൊന്നും എത്തിയിട്ടാ. ചെറിയ LKG കുട്ടിയുടെ ബുദ്ധി. കവർ നേരെ പൊട്ടിക്ക്. ഇവിടുന്ന് നമുക്ക് കാസർഗോഡ് വരെ അതിനെ കൊണ്ടുപോകാനുള്ളത്. കവർ എന്തിനയില്ല നീ നേരത്തെ പൊട്ടിച്ചണക്ക് ഫുള്ള് തോണ്ടിയിട്ട് ഇതാക്കി പൊട്ടിക്കണ്ടറിഞ്ഞ കൊട്ട ഇതായി കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്തിനും കൊണ്ടുവന്നിട്ട് നീനിടാൻ കവർ വാങ്ങണം. നല്ല കവറിങ് ആക്കി കൊടുക്കും. ഇത് നെസ്സിന്റെ ഫേവറേറ്റ് സാധനം. അങ്ങനെ ചെറിയ അതെന്ത് പിന്നെ എമ്മാനമ്മ് അലിഞ്ഞത് ഫ്രിഡ്ജിലൊക്കെ. പിന്നെ കിൻഡർ ജോയിന്റെ 12 പീസ് ഉണ്ടത്. 12 പീസ് ഉണ്ടത് പപ്പ പറഞ്ഞു. അതെ പാട വെക്ക്. 12 പീസ് ഉണ്ട്, നോക്കിയിട്ട് അതൊന്നും. പിന്നെ ഇതെന്താ ഇതിന്റെ നേരെ കാണിച്ച കിൻഡർ ചോക്ലേറ്റ് എല്ലാം ബാറുള്ളത് എല്ലാം കിൻഡറിന്റെ. ഇത് എനിക്കെന്ത് വേണോ നോക്കുമ്പോ ഞാൻ കഴിക്കുന്ന ഒരേ ഒരു ചോക്ലേറ്റേ ഉള്ളു, റാഫല്ലോ. അപ്പൊ എന്റെ ഇഷ്ടപ്പെട്ട എനിക്കത്. പിന്നെ കിൻഡർ ബ്യൂണ് നെസിന്റെ ഓർക്ക് ഫുള്ള് കിൻഡറിന്റെ തന്നെ ഇത്. പിന്നെ എന്തുണ്ടത്, ഇത് നെയിൽ മോഡ് ചെറിയ കുഞ്ഞായത് കാണിക്കുന്നതില് BMW ഏത് കാർ കൊണ്ടാ കാണിക്കട്ട് പൊട്ടിക്കും. ഇതെന്ത് ഇതേത് കാറ്? BMW GT3 M6. അതിന്റെ നെയിലൊക്കെ കാറ്. നെയില് വീണ്ടും ചെറിയ 1 വയസ്സിന്റെ കുഞ്ഞായത് കാർ ഓടിക്കാൻ പോകുന്നത്. നെയില് കാറ് വേണം, കാറ് വേണം പറഞ്ഞിട്ട് കാറ് അത് വാങ്ങിട്ട് കൊടുത്ത. എന്തിനയില്ലേ നീ
ഈ കൊണ്ടുവരുന്നോന് ഓന് കൊണ്ടുവരുന്ന സാധനത്തിനെക്കാളും കൂടുതൽ സാധനം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മതി ഇതില്ലെങ്കിൽ ഒരാളെ കൊടുക്കുന്നതിന് ഒരു ലിമിറ്റില്ല. പാവോന് സാധനം ഉണ്ടെങ്കിൽ നാട്ടിൽ പോന്ന് കൊണ്ടുപോകാന്ന് പറയുമ്പോക്ക് എല്ലാ സാധനവും വാങ്ങി കൊടുക്കാൻ പറ്റില്ലാലോ ഞാൻ പറഞ്ഞത്. പക്ഷെ അവന് റിസ്ക് എടുത്തിട്ട് കുറെ സാധനം കൊണ്ടുവന്നത്. താങ്ക് യു ഹാരിസ് എന്ന് പറയുന്നവരാണ് കൊണ്ടുവന്നത് പാലക്കാട്. അപ്പോൾ അവൻ്റെ അടുത്തുനിന്ന് വെയിറ്റാക്കിപ്പോയി. എന്താന്ന് വെച്ചാൽ ടൈം ഓനെന്തോ ഒരു ഹോസ്പിറ്റൽ കേസായി ഇഷ്യൂ ആയിപ്പോയി. അങ്ങനെ ലേറ്റായി എന്ന് പറഞ്ഞ് പിന്നെ അടുത്തോണ്ട് വലിയ പ്രശ്നമായിട്ടാണ് ചൂട് എന്നോട് നമുക്ക് പുറത്ത് നടക്കാവുമ്പോ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ പോവാം. നെസ്സി ഇറങ്ങിയിട്ട് പറയുന്നത് വേണ്ടുമ്പോ തിരിച്ചു പോയാ എന്താ മുഖത്തെല്ലാം ഇങ്ങനെ ചൂടില്ലേ, നമുക്ക് ഭയങ്കര പൊള്ളല് പോലെയാണ്, നല്ല ചൂടുണ്ട് അവിടെ. വെയിലെന്താക്കുന്ന കാറിനെ പൊട്ടിക്കുന്ന തിരക്കിലുള്ളതാ. അപ്പൊ നമുക്ക് ഈ വീഡിയോ വെച്ചിട്ട് സർപ്രൈസ് ഉണ്ട് പറഞ്ഞു നിൽക്കുന്നത്. ഇനിയിപ്പൊ അടുത്ത വീഡിയോയില് എനിക്കുള്ള സർപ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് കാണാം. ഒരു സാധനം പിടിക്കാത്തോണ്ട് വേറെ ഒരാളെ കൊടുത്തിട്ടുണ്ട്. എന്തെല്ലാം അയാൾക്ക് തന്നെ പറ്റൂലല്ലോ. ഞങ്ങളെ മുട്ടായി തന്നെയാണ് കൊടുത്തത്. എന്തെല്ലാം സാധനം ഒരാളെ തന്നെ കൊടുക്കാൻ പറ്റൂല, കൊടുത്തതാണ്. അടുത്ത സർപ്രൈസ് എന്തെന്ന് പറയട്ടെ. അപ്പൊ ഞങ്ങൾക്കുള്ള സർപ്രൈസ് ഇഷ്ടപ്പെട്ടൊരു എനിക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങൾക്ക് എല്ലാ സാധനവും ഇഷ്ടമാണ്. ഇല്ല ഞാൻ വൈറ്റ് ചോക്ലേറ്റ് മാത്രം കഴിക്കല. കേക്ക് ആണെങ്കിലും വൈറ്റ് ഫോറസ്റ്റ് ആണ് കഴിക്കല്, ബ്ലാക്ക് ഫോറസ്റ്റ് ഞാൻ കഴിക്കല്. എന്റെ ഷെയറല്ല ഇവർ രണ്ടുപേരാണ് തിന്നുന്നത്, ഞാന് കഴിക്കില്ല. ആന്റിയും തിന്നുന്നത് ഞാൻ തിന്നല്ല. പക്ഷെ ഞാൻ തിന്നാറ് ഇത് മാത്രമേ. ഇങ്ങനത്തെ കിണ്ടറിന്റെ എന്തോ കൊടുത്താൽ ഞാൻ തിന്നും. ബാക്കി എല്ലാം നെയിലുണ്ട് പറ്റിയേക്കാണ്. നെയിലോടെ ഫുള്ള് പഠിപ്പറയിലുള്ളത് എന്താക്കുന്നത്, നെയിലിന്റെ കാറ് ഫുള്ള് റിപ്പയർ ആക്കുന്നുള്ളത്. ഇതൊക്കെ തുറന്നിട്ടാണ് അത് ഫുള്ള് ഓടിച്ചിട്ട് കാണിക്കും. ഇത് ഇതിന്റെ സ്ക്രൂ എടുക്കണം. നമുക്ക് നാട്ടിൽ പോയിട്ട് എടുക്കാം. ഇവിടെ സ്ക്രൂ ഡ്രൈവർ ഒന്നും ഇല്ല, പുരക്ക് വേണ്ടി ഇതാക്കാം. അപ്പൊ ഗൈസ് ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു സൂപ്പർ വീഡിയോ കാണുന്നവരെ